ഹായ് ഹലോ. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പം ഇന്നൊരു ഓൺ വോയിസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളോടത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ജൂലൈ 9-ാം തീയതി ഞങ്ങളുടെ 3ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് ഭവ്യേച്ചി. അപ്പോൾ ചേച്ചി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടൻറ് ക്രിയേറ്റർ മീറ്റപ്പ് എന്നും പറഞ്ഞിട്ട്. ചേച്ചിയുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു മീറ്റപ്പായിരുന്നു അത്. അപ്പോൾ അതിൽ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ചേച്ചിയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ട്രൂ കോളറിൽ പേര് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല, ഭവ്യാൻ്റെ പേര് കാണിച്ചു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയാണ് വിളിക്കുന്നത് വിചാരിച്ചില്ല. കോളെടുത്തു, ഹലോ എന്നുള്ള ആ ഒരു വോയിസ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി റീലിലൂടെ മാത്രം കണ്ട് നമുക്ക് പരിചയമുള്ള ഒരു സൗണ്ട് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാതെ നേരിട്ടല്ല ഫോണിലൂടെ കേൾക്കുക എന്ന് പറയണത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു സന്തോഷം സത്യത്തിൽ തിരിച്ച് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ചേച്ചിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ആകെ 2-3 കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചോളെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരുപാട് നാളത്തെ പരിചയം വെച്ചിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് ഞാനിങ്ങനെ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ട ഉടനെ അപ്പോൾ തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും ഞാൻ ഇതുപോലെ 2-3 പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും നമ്മുടെ മെസ്സേജ് കണ്ടിട്ട് പോലും റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, യാതൊരു ജാടയോ ഒരു കാര്യങ്ങളില്ലാതെ എങ്ങനെയാണോ റീലിലുള്ളത് അതുപോലെ തന്നെയാണ് ഭവ്യേച്ചി ഉള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നു മുതൽ വീഡിയോസ് എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം സമയമാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇതാവട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം വീഡിയോ എടുത്ത് വെക്കും, പിന്നെ വോയിസ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കുറേ വീഡിയോസ് എൻ്റെ ഗാലറിക്കകത്തുണ്ട്. പക്ഷേ വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ ആയിപ്പോയി. പിന്നെ പെൻഡിങ് ആയി, പിന്നെ ഒന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ വീണ്ടും ഇന്നു മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.